ഇപ്പൊ ഈ കർക്കിടക കഞ്ഞി എന്ന് പറയുന്ന അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഫുഡാണ് അല്ലെ? തീർച്ചയായിട്ടും. സാധാരണ ഈ നമ്മൾ കഴിക്കുന്ന കഞ്ഞിയിൽ നിന്നും എന്ത് വ്യത്യാസം ഈ കർക്കിടക കഞ്ഞിയിലുള്ള, അല്ലെങ്കിൽ ഈ കർക്കിടക കഞ്ഞിയിൽ ചേർക്കുന്ന ഈ ഔഷധ കൂട്ടുകൾ എന്തൊക്കെയാ? ഇപ്പൊ പണ്ട് മുതലേ ഉപയോഗിച്ചുകൊണ്ട് വരുന്ന കുറെ ആയുർവേദ പ്രകാരമുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഈ കിറ്റുകളിലൊക്കെ ഒതന്റിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണോ സർ ചേർക്കുന്നത്? എന്നോട് ചോദിക്കുകയാണെങ്കിൽ കർക്കിടക കഞ്ഞി വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഫങ്ഷണൽ ഫുഡായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇപ്പം ഇന്നത്തെ കിറ്റുകളിൽ കിട്ടുന്ന മെഡിസിൻസ് ഉണ്ട്, പക്ഷെ പണ്ട് കാലങ്ങളിൽ ശരിക്കും ചേർത്തിരുന്നത്, അതായത് ഇപ്പം നമ്മൾ ഹോസ്പിറ്റലുകളിലൊക്കെ കൊടുക്കുമ്പോൾ ചേർക്കുന്നതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമുക്കതിന് ഒരു കുറച്ചും കൂടെ സിംപ്ലിഫൈ ആയിട്ട് പറയുകയാണെങ്കിൽ 3 കാറ്റഗറി അല്ലെങ്കിൽ 3 മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമുക്കിതിന് കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന്, ഇതിൽ ഉപയോഗിക്കുന്ന നെല്ല്. അത് ഞവര നെല്ലാണ് സാധാരണ രീതിയിൽ കർക്കിടക കഞ്ഞിക്ക് ഉപയോഗിക്കുന്നത്. പ്രധാനമായും ഒരുപാട് ഇറ്റ്സ് വെരി റിച്ച് ഇൻ കാർബോഹൈഡ്രേറ്റ്സ്. രണ്ടാമത് ഇതിനകത്ത് ഉപയോഗിക്കുന്ന സ്പൈസസ് അല്ലെങ്കിൽ മസാലകൾ എന്ന് വിളിക്കാം. ചുക്ക്, അതുപോലെ ജീരകം, അയമോദകം, വെളുത്തുള്ളി പോലുള്ള ഹെർബ്സ് ആണ് നമ്മൾ ഇതിനകത്ത് സ്പൈസ് ആയിട്ട്. ഇപ്പം ചുക്കൊക്കെ ആണെങ്കിൽ വളരെയധികം ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതാണ്. ഇപ്പം അയമോദകം അല്ലെങ്കിൽ ജീരകം അല്ലെങ്കിൽ വെളുത്തുള്ളി പോലുള്ള സംഗതികളെല്ലാം നമ്മളുടെ വയറിനുണ്ടാവുന്ന ബുദ്ധിമുട്ട്, ഉദരസംബന്ധമായിട്ട് ഇപ്പം ഗ്യാസ് ട്രബിളോ അല്ലെങ്കിൽ വയർ ഡിസ്റ്റൻഷനോ അതുപോലെ വാദ പ്രകോപങ്ങൾക്ക് എല്ലാത്തിനും വളരെയധികം നല്ലതാണ് ഈ പറയുന്ന മസാലകൾ അല്ലെങ്കിൽ സ്പൈസസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വരുന്നത് ഔഷധക്കൂട്ടാണ്. ഈ ഔഷധക്കൂട്ടിലാണ് ഇന്നത്തെയും വ്യത്യാസം വരുന്നത്. ഇപ്പം പണ്ട് കാലങ്ങളിൽ ഔഷധക്കൂട്ടെല്ലാം നമ്മളുടെ വീട് പറമ്പുകളിൽ നിന്ന് തന്നെ, അതായത് ദശമൂലങ്ങൾ, 10 മെഡിസിൻസ്, ഇതിന്റെ മൂലങ്ങളും അല്ലെങ്കിൽ ദശപുഷ്പത്തിന്റെ ഇതെല്ലാം ചാറ് എടുത്ത് ഫ്രഷ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിരുന്നത്. ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത് ഒന്നുകിൽ നെയ്യ് അല്ലെങ്കിൽ തേങ്ങാപ്പാലാണ്. ഇത് ടേസ്റ്റിന് വേണ്ടി മാത്രമല്ല, കാരണം നെയ്യും അതുപോലെ തേങ്ങാപ്പാലും ഒക്കെ ചേർക്കുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതിനകത്ത് ഫാറ്റ് സോല്യൂബിൾ ആയിട്ടുള്ള ഈ ഔഷധങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഔഷധങ്ങളിലുള്ള ഫാറ്റ് സോല്യൂബിൾ ആയിട്ടുള്ള കണ്ടന്റുകളെല്ലാം തന്നെ നമുക്ക് നമ്മുടെ ബോഡിയിൽ ഇതിന്റെ എല്ലാത്തിന്റെയും ബയോ അവൈലബിലിറ്റി വളരെയധികം അബ്സോർപ്ഷൻ കൂട്ടും. എക്സാക്ട്ലി. അപ്പൊ അതിനൊക്കെയാണ് ഈ സംഗതികൾ. ഇതാണ് മറ്റ് സാധാരണ കഞ്ഞിയിൽ നിന്നും ഔഷധ കഞ്ഞി അല്ലെങ്കിൽ കർക്കിടക കഞ്ഞിയുടെ വ്യത്യാസം.